ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ലക്ഷദ്വീപ്. മിനിക്കോയിൽ ദ്വീപിൽ താമസിക്കുന്ന ഞങ്ങൾ ആന്ധ്രത്തുകാർ കുറച്ച് പേരുണ്ട് കേട്ടോ, അയൽക്കാർ. അപ്പോൾ അവർ നമ്മൾ ഒന്നിച്ച് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഇത്താത്താൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫറായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്താത്താക്ക് ഒരു ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് കേട്ടോ. ബീച്ച് സൈഡിലുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ്. കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടുത്തെ സ്നാക്സിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഇതാണ് കേട്ടോ നമ്മുടെ ഇത്താത്ത. അപ്പോൾ ഇത്താത്ത എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. ഭയങ്കര കൊമേഡിയനാണ് ആൾ. ഇവിടുത്തെ പലഹാരത്തിൻ്റെ ആകൃതിയിലും ഷേപ്പിലും ചിലപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമാണെങ്കിലും ഫില്ലിങ്സ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. പരിപ്പ് വട, ഉഴുന്നുവട, മുട്ട ബജ്ജി, അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അരി കൊണ്ട് ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുത്ത ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. മാസ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ പല ഐറ്റംസും കൂടുതൽ അവരെ ടേസ്റ്റി ആക്കുന്നത്. നമ്മുടെ ചായ എത്തിയിട്ടുണ്ട്, കുടിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അല്പനേരം ബീച്ചിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഇതാണ് കോടി ബീച്ച്. അപ്പോൾ ഇവിടെ സാധാരണ ഈ ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട്. ഇന്ന് മഴയുടെ ഒരു ഇത് കാരണം അധികം ആരും ഉണ്ടായിരുന്നില്ല. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ബീച്ചുള്ളത്. റോഡും ബീച്ചും ഏകദേശം ഒരേപോലെ തന്നെ ഒരേ ലെവലിലാണ് ഇവിടെ ഉള്ളത്. മിനിക്കോയ് ദ്വീപിലെ കൾച്ചറൽ ഡേ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈ കോടി ബീച്ചിൽ തന്നെയാണ് കേട്ടോ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവൽ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ ഈ ബീച്ചുള്ളത്. ഇത്താത്തൊക്കെ ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്ന കെയർ ഓഫിലാണ് ഞങ്ങളെല്ലാവരും ഇന്ന് കോടി ബീച്ചിൽ ഒന്നിച്ചെത്തിയത്. അങ്ങനെ ഞങ്ങളുടെ അന്താരാഷ്ട്ര ചർച്ചകൾക്കൊക്കെ ശേഷം നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാ. അതുവരേക്കും ഒരു ചിന്ന ബ്രേക്ക്. ബൈ ബൈ.